പാകിസ്ഥാൻ ചൈന അതിർത്തികളിലെ വ്യോമ പ്രതിരോധ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി 6 റെജിമെന്റ് അനന്ത് ശാസ്ത്ര മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കാനുള്ള ഏകദേശം 30,000 കോടി രൂപ ടെൻഡർ BELന് നൽകി സേന. ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ എന്ന അനന്ത് ശാസ്ത്ര DRDO തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ പാക് ഡ്രോൺ ആക്രമണങ്ങളെ തടയുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആകാശ്, മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ അടക്കം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം QRSAM വ്യോമ പ്രതിരോധത്തിന് കരുത്താകും. ലക്ഷ്യങ്ങൾ തിരിഞ്ഞു കണ്ടെത്തി തകർക്കും. ഏകദേശം 30 കിലോമീറ്റർ ദൂരപരിധി, പകലും രാത്രിയും പ്രവർത്തിക്കും എന്നിവയാണ് മിസൈലിന്റെ പ്രധാന സവിശേഷതകൾ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇതിനകം തന്നെ ഈ അതിവേഗ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈൽ സംവിധാനം നിർമ്മിച്ചെടുക്കുന്ന ജോലിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനുള്ളത്. മിസൈൽ ഉൽപാദനത്തിന് ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് പിന്തുണ നൽകും. നിർമ്മാണം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയാൽ അനന്ത് ശാസ്ത്ര എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ വിന്യസിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ സംവിധാനം. ശത്രുക്കളുടെ പോർവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ തുടങ്ങിയ വിവിധ വ്യോമ ഭീഷണികളെ നേരിടാൻ ഇത് സൈന്യത്തെ സഹായിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനുമായി 4 ദിവസം നീണ്ട സംഘർഷത്തിൽ അവർ ചൈനീസ് ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഇതിനു പുറമെ തുർക്കിയിൽ നിന്ന് സമ്പാദിച്ചതെന്ന് കരുതപ്പെടുന്ന ഡ്രോണുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ കരസേനയുടെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ L-70, ZU-23 എന്നീ വ്യോമ പ്രതിരോധ ആയുധങ്ങൾ ഉപയോഗിച്ച ഭൂരിഭാഗം ഡ്രോണുകളെയും നശിപ്പിച്ചു. ആകാശ്, MRSAM എന്നിവ ഇന്ത്യൻ വ്യോമസേനയുടെ സ്പൈഡർ, സുദർശൻ, S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം നിർണായക പങ്ക് വഹിച്ചു. ദശാബ്ദങ്ങളായി ഇന്ത്യൻ കരസേന സോവിയറ്റ് നിർമ്മിത OSA-AK, തദ്ദേശീയമായ ആകാശ് പോലെയുള്ള വ്യോമ സംവിധാനങ്ങളാണ് പ്രതിരോധത്തിനായി ആശ്രയിക്കുന്നത്. ഡ്രോണുകൾ, പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകൾ, ലോയ്റ്ററിംഗ് ആയുധങ്ങൾ തുടങ്ങിയവയാണ് പുതുതലമുറ ആയുധങ്ങൾ. ഈ പുതിയ ഭീഷണികളെ നേരിടാൻ കൂടുതൽ വേഗത ആവശ്യമാണ്. കൃത്യതയാർന്ന പ്രതികരണശേഷിയും ആയുധങ്ങൾക്ക് വേണം. നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അനന്ത് ശാസ്ത്ര 8-8 ഹൈ മൊബിലിറ്റി വാഹനങ്ങളിലാണ് ഘടിപ്പിക്കുക. ഇത് ടാങ്കുകൾ, ഇൻഫൻട്രി കോമ്പാക്ട് വാഹനങ്ങൾ, ആർട്ടിലറി ഗണ്ണുകൾ എന്നിവയിൽ ഘടിപ്പിക്കാനാകും. മരുഭൂമികൾ, സമതലങ്ങൾ, മലമ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് പ്രതിരോധം തീർക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കും. പരമ്പരാഗത വ്യോമാക്രമണങ്ങളിൽ നിന്ന് മാത്രമല്ല, പുതിയ കാലത്തെ ആയുധങ്ങളായ ഡ്രോണുകൾ, ലോയ്റ്ററിംഗ് മ്യൂണിഷനുകൾ പോലെയുള്ളവയിൽ നിന്നും സംരക്ഷണ കവചമൊരുക്കും ഈ പുതിയ സംവിധാനം. തുടക്കത്തിൽ അനന്ത് ശാസ്ത്ര വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 3 റെജിമെന്റുകൾ വിന്യസിക്കാനാണ് സൈന്യം പദ്ധതിയിട്ടിരിക്കുന്നത്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ നിർണായക മേഖലകളിൽ ഓരോ റെജിമെന്റ് വീതം വിന്യസിക്കും. മൊത്തം 5 മുതൽ 6 റെജിമെന്റുകൾ വരെ വാങ്ങാനാണ് ഇന്ത്യൻ കരസേന ടെൻഡർ പുറത്തിറക്കിയത്. പോർവിമാനങ്ങൾ, ആക്രമണ ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ, മിസൈലുകൾ എന്നിവയെ നശിപ്പിക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കും. സഞ്ചരിക്കുമ്പോൾ തന്നെ ലക്ഷ്യം മാറ്റാൻ കഴിയും. പുതിയ ലക്ഷ്യസ്ഥാനം തിരിച്ചറിഞ്ഞ ആക്രമണ മുന അങ്ങോട്ട് തിരിക്കാം. പുതുതലമുറ ആക്രമണ മിസൈലുകൾക്ക് ഇത്തരം അടിക്കടി യാത്രാപഥം മാറ്റാനാകുന്നതിനാൽ അവയെ എതിരിടാൻ ഇത്തരം സംവിധാനങ്ങൾ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.